സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. വിദ്യാഭ്യാസ മേഖലയ്ക്കായി വലിയ പരിശ്രമങ്ങൾ നടത്തിയവരാണ് ക്രിസ്തീയ മിഷണറിമാരെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ. എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഡോക്ടർ ജോസഫ് മാർ തോമസ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസ മേഖലയ്ക്കായി വലിയ പരിശ്രമങ്ങൾ നടത്തിയവരാണ് ക്രിസ്തീയ മിഷണറിമാരെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ. എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഡോക്ടർ ജോസഫ് മാർ തോമസ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രൈസ്തവ സമൂഹം കേരളത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിൽ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. സേവന മനോഭാവത്തോടെയാണ് ഇക്കാര്യങ്ങൾ അവർ നടപ്പാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ വിസ്ഫോടനങ്ങൾ നടക്കുകയാണ്. ഡിജിറ്റൽ സംവിധാനങ്ങൾ വലിയ മാറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി. പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ഈ മേഖലയിലെ വിവിധ തലമുറകൾക്ക് വിദ്യ പകർന്നു നൽകി ഇന്ന് കൂടുതൽ വിശാലമായി കൂടുതൽ കുട്ടികളെ ഉൾക്കൊണ്ട് ഈ വിദ്യാലയം മുന്നേറുകയാണ്. അപ്പൊ അതിനൊരു പുതിയ സൗകര്യം കൂടി കൈവന്നിരിക്കുകയാണ്. ഒരു ബ്ലോക്ക്, ക്ലാസ് റൂമും ഹാളും ഒക്കെയുള്ള മറ്റൊരു ബ്ലോക്ക്. നമുക്കറിയാം, സർക്കാർ സ്കൂളുകളെ പോലെ തന്നെയാണ് എയ്ഡഡ് വിദ്യാലയങ്ങൾ. അതിന് വലിയ പരിശ്രമം, സ്ഥലവും കെട്ടിടവും ഒക്കെ മാനേജ്മെന്റുകൾ, പ്രത്യേകിച്ച് സഭയുടേതൊക്കെ ആകുമ്പോൾ 100% സേവന മനോഭാവത്തോടു കൂടി ആണ് ഇത്തരം വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നത്. അപ്പൊ അവര് നൽകിയ സംഭാവനകൾ ചെറുതല്ല. കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ക്രിസ്തീയ മിഷണറിമാർ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പതിറ്റാണ്ടുകൾ മുമ്പ് തന്നെ വലിയ പരിശ്രമങ്ങൾ ഈ രാജ്യത്ത് നടത്തിയിട്ടുണ്ട്. പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കാനും അത് പരിപാലിക്കാനും അതുപോലെ തന്നെ കലാലയങ്ങൾ, കോളേജുകൾ ഒക്കെ സ്ഥാപിക്കാനും ക്രിസ്തീയ മിഷണറിമാർ, ക്രിസ്തീയ സഭകൾ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ പ്രത്യേകം പ്രശംസനീയമാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ അതുണ്ടാക്കിയ മാറ്റങ്ങളും ചെറുതല്ല. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാമുദായിക സംഘടനകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു. പക്ഷെ അത് എല്ലാവരുടേതുമാണ്. ഇവിടെ സഭയുടെ ഈ സ്കൂളിൽ എല്ലാ വിദ്യാർത്ഥികളും പഠിക്കുന്നു. അതുപോലെ തന്നെ SNDPയും NSSും ഒക്കെ വിദ്യാലയങ്ങളും കലാലയങ്ങളും സ്ഥാപിക്കുന്നു. അവിടെ ആ മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല പഠിക്കുന്നു, എല്ലാവർക്കും അത് പ്രയോജനപ്രദമാണ്. ബത്തേരി രൂപത അധ്യക്ഷൻ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലീത്ത അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് നമുക്ക് പറയുവാൻ സാധ്യമാകുന്നത് ഒരു നാടിൻ്റെ, സമൂഹത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ വികസനത്തിൻ്റെ പര്യായമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നു. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ നടത്തുന്നതായ എല്ലാ പ്രവർത്തനങ്ങളും, പാരമ്പര്യത്തിലെ എല്ലാ നിക്ഷേപങ്ങളും നാടിൻ്റെ ഭാവി വികസനത്തിൻ്റെ നിക്ഷേപങ്ങളാണ്. ഒരുപക്ഷെ വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ച് നമ്മുടെ നാട് നല്ല കാഴ്ചപ്പാടുള്ള ഒരു നാടാണ്. വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് റൈറ്റ് തിങ്കിങ്, നല്ല കാഴ്ചപ്പാട് നമ്മുടെ കേരളത്തിലുണ്ട്. ഒരുപക്ഷെ അനേകം വിദേശ നാടുകളെക്കാൾ മെച്ചമായ സ്കൂൾ വിദ്യാഭ്യാസം ലോകത്ത് കാഴ്ചവെക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയും. നിലമ്പൂർ MLA ആര്യാടൻ ഷൗക്കത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. തവനൂർ MLAയും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ VS ജോയ്, കൊണ്ടോട്ടി MLA TP അഷ്റഫ് അലി, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര, ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സുരേഷ്, ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുശ്രീ സുരേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് ചെയർപേഴ്സൺ സീനത്ത് നൌഷാദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മൽ പുതിയറ, സ്കൂൾ പ്രിൻസിപ്പൽ ബിജു പോൾ, മുഖ്യ രക്ഷാധികാരി ഫാദർ പോൾസൺ ആറ്റുപുറം, ഇസ്മായിൽ മുത്തേടം, KT കുഞ്ഞാൻ, ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. MLAമാരെ ചടങ്ങിൽ ആദരിച്ചു.
+2 പരീക്ഷയിൽ 1199 മാർക്ക് നേടിയ സാനിയ ജോൺസൺ +2 SSLC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സ്കൂളിനെ ലഹരി വിരുദ്ധ ക്യാമ്പസായും പ്രഖ്യാപിച്ചു. A+ വിഷൻ, നിലമ്പൂർ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.